അപ്പം അരവണ നിർമ്മാണത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മറുപടി സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിച്ചേക്കും. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മഹേന്ദ്രകുമാർ PS നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അപ്പം അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധനയ്ക്കായി അത്യാധുനിക ലബോറട്ടറി സ്ഥാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം 10% ജലാംശം മാത്രം അടങ്ങേണ്ട ശബരിമലയിലെ അപ്പം പ്രസാദത്തിൽ എന്തുകൊണ്ട് 12.6% ജലാംശം വന്നു എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയല്ലേ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്? കാരണം ഇത്തരം ജലാംശത്തിലെ അളവ് കൂടിപ്പോയാൽ പൂപ്പൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഭക്ഷ്യവിഷബാധ അടക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. ദേവിക, ശബരിമലയിൽ വിതരണം ചെയ്യുന്ന അപ്പം അരവണ പ്രസാദങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാനായിട്ട് അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറി അടക്കം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ മഹേന്ദ്രകുമാർ PS നൽകിയിട്ടുള്ള ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദേവസ്വം ബോർഡിനോടും FSSAIയോടും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോടും ഇതിൽ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ വിശദീകരണം നൽകാനായിട്ട് 2 ആഴ്ചയോളം സമയം നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും നൽകിയിരുന്നത്. ഏതായാലും ഇന്ന് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ പ്രസാദവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം കൂടി കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു ഹർജി തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഈ പരാതി ശബരിമലയിൽ നിന്ന് വാങ്ങിയ അപ്പം അരവണ പ്രസാദങ്ങളിൽ ഫംഗസ് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരു ഭക്തജന സംഘം നൽകിയിട്ടുള്ള പരാതിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു. ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണവും നൽകിയിരുന്നു. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പ്രസാദത്തിൽ വെള്ളത്തിൻ്റെ ജലാംശം അത് കൂടുതലായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. 10%ത്തിലാണ് ഈ ജലാംശം നിലനിൽക്കേണ്ടത്. 10% വരെ മാത്രമേ വരാൻ പാടുള്ളൂ. എന്നാൽ അന്നേ ദിവസം വിതരണം ചെയ്തിട്ടുള്ള പ്രസാദത്തിൽ 12.6% ജലാംശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇത് എങ്ങനെ വർദ്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണം എന്ന് തന്നെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഏതായാലും എല്ലാ ദിവസവും ഈ പ്രസാദം വിതരണം ചെയ്യുന്നതിന് മുമ്പ്, പ്രസാദം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ജലാംശം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന. ആ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള വിശദീകരണം ഇന്ന് ദേവസ്വം ബോർഡ് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദേവിക.